നെറ്റിനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ റോമർക്കെതിരെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. 25 തൊട്ടുള്ള വാക്യങ്ങൾ എന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ അത് ഞാൻ അവരോട് ചെയ്ത നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്ത ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. 29 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇതിനകത്ത് നമ്മൾ കാണുന്ന 1-2 കാര്യങ്ങളുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ. രണ്ടാമത് പ്രധാനമായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ ചരിത്രപരമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ബൈബിളിൽ നിന്നുള്ള റെഫറൻസൊക്കെ പലതും ഇവിടെ പറയുമ്പോഴേ നിങ്ങളത് നോട്ട് ചെയ്യണമേ എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ മുന്തിരി, അത്തി, ഒലിവ് ഈ 3 ചെടികളോട് അല്ലെങ്കിൽ മരങ്ങളോട് ഇസ്രായേലിൻ്റെ ഭൂത, വർത്തമാന, ഭാവി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരി, അത്തി, ഒലിവ് മിസ്രൈമിൽ നിന്ന് പാലസ്തീനിലേക്ക് കൊണ്ടുവന്ന് നട്ട ഒരു മുന്തിരിയായിരുന്നു ഇസ്രായേൽ. സങ്കീർത്തനം 80 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് അതിനകത്ത് പറയുന്നത്. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതിൻ്റെ ഫലമായി അതിൻ്റെ വേലികൾ പൊളിച്ച് മതിൽ ഇടിച്ചു കളഞ്ഞതായിട്ട് യെശയ്യാവ് പറയുന്നുണ്ട്. 5:5 പറയുന്നു. മാത്രമല്ല ഈ മുന്തിരിത്തോട്ടത്തിൽ കുടിയാന്മാർ അവനെ പിടിച്ച് കൊന്നുകളയുകയും ചെയ്തു. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കുടിയാന്മാർ അവനെ പിടിച്ച് കൊന്നുകളയുകയും ചെയ്തതായിട്ട് മത്തായി 21 33 തൊട്ട് 34 വരെയുള്ള റെഫറൻസിൽ പറയുന്നു. ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ഈ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം ദൈവസഭയാണ്. അതിൽ യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല, വിശ്വസിക്കുന്ന ഏവനും സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ കൊമ്പുകളാണ്. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെ ക്രിസ്തുവിൽ വസിക്കുന്നതും ക്രിസ്തുവിൽ നമ്മൾ വസിക്കുന്നതും കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നതും ഉള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് മുന്തിരിയെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം. അത്തി ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ അവസ്ഥയെ കാണിക്കുന്ന ഒന്നാണ്. കർത്താവിൻ്റെ ഐഹികകാലത്ത് ഒരിക്കൽ വിശന്നിട്ട് ഫലം തിരഞ്ഞ് ഒരു അത്തിയുടെ അടുക്കൽ ചെന്നു. നമുക്ക് അറിയാവുന്ന അതിനകത്ത് ഞാൻ വായിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വായിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഫലം കാണാഞ്ഞിട്ട് അത്തിയെ ശപിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് അത്തിയെക്കുറിച്ച് 2 ഉപമകൾ പറഞ്ഞു. അത് യഹൂദിനെ കുറിക്കുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും അത്തിയെക്കുറിച്ച് 2 ഉപമ പറഞ്ഞിട്ടുണ്ട്. 13-ന്റെ 6 മുതൽ 9 വരെയും 21-ന്റെ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ അത്തിവൃക്ഷത്തിൽ ധാരാളം ഇലയുണ്ടായിരുന്നിട്ടും അതിൽ ഫലമൊന്നും ഇല്ലായിരുന്നു. അത് യഹൂദൻ്റെ കപടഭക്തിയെ കാണിക്കുന്ന ഒന്നാണ്. ഇലയുള്ള അത്തിവൃക്ഷം ഇലയുണ്ടെങ്കിൽ ഫലവും കാണിക്കേണ്ടതാണ്. എന്നാൽ ഫലം കാണിക്കാത്തത് കൊണ്ട് അവരെ ശപിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ആ അത്തിക്ക് ഭവിച്ചതുപോലെ യഹൂദ ജാതിക്കും ഭവിച്ചു. അങ്ങനെ 19 നൂറ്റാണ്ടുകൾ അവർ ഉണങ്ങിയ അത്തി പോലെയായിരുന്നു. അവരെ ശപിച്ചു. 19 നൂറ്റാണ്ടുകൾ അവർ ഉണങ്ങിയ അത്തി പോലെയായിരുന്നു. ഇതിൽ നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് ശപിച്ചു. മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 21-ലും അതിൽ എന്നേക്കും എന്നുള്ളൊരു വേർഡ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ. എന്നേക്കും എന്ന് അവിടെ മീൻ ചെയ്യുന്നത് ഈ യുഗത്തിൻ്റെ അവസാനം വരെ എന്ന ഒരു മൂലഭാഷയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതുകൊണ്ട് അവർ
ഈ യുഗത്തിൻ്റെ അവസാനം വരെ അവർ ഫലം കായ്ക്കത്തില്ല. അതിനുശേഷം അത്തി തളിർക്കും. അത്തി തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മത്തായി 24:32 വാക്യമാണ്, യേശു പറഞ്ഞ വാക്യമാണ്. അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കാലത്ത് തന്നെ അതിൻ്റെ നിവൃത്തി കാണുന്നതിനാൽ, ഇപ്പോഴും 1948 സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ നിവൃത്തി കാണുന്നതിനാൽ കർത്താവിൻ്റെ വരവും സഭായുഗത്തിൻ്റെ അവസാനവും യഹൂദ യുഗത്തിൻ്റെ ആരംഭവും ഇവിടെ തുടങ്ങുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സഭായുഗത്തിൻ്റെ അവസാനവും യഹൂദ യുഗത്തിൻ്റെ ആരംഭവും അത്തി തളർത്തു, അത് ആരംഭിക്കുകയാണ്. ഇനിയും ഇസ്രായേൽ താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കുന്നവരായിത്തീരും. നല്ല ഒലിവിൽ അവർ വീണ്ടും ഒട്ടിക്കപ്പെടുകയും ഫലം കായ്ക്കുകയും ചെയ്യും. ഇത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ പുനരാഗമന വേളയിലാണ് സംഭവിക്കുന്നത്. ജാതീയമായി അവർ തളിർത്ത അത്തിവൃക്ഷം പോലെ ആണെങ്കിൽ ആത്മീയമായി അവർ ഇപ്പോഴും അന്ധവിശ്വാസത്തിലും അന്ധതയിലുമാണ്. എങ്കിലും ഈ അന്ധത മാറാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് ഈ 11:25 പറയുന്നത്, സഹോദരന്മാരെ, ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ രഹസ്യം എന്ന് പറയുന്നത്? പുതിയ നിയമത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു ബൈബിൾ പണ്ഡിതൻ എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ പ്രധാനമായിട്ട് 12 മർമ്മങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ട് ഇപ്പം പോകുന്നില്ല, കാരണം ഈ 12 മർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ 2-3 എപ്പിസോഡ് ഈ മർമ്മങ്ങളെക്കുറിച്ച് പറയാനായിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്ന ഒരു മർമ്മം എന്ന് പറയുന്നത് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്നും ജാതികളുടെ കാലമെന്നും ലൂക്കോസിൻ്റെ 21:24 കാണുന്നു. ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ജാതികളുടെ കാലത്താണ്. 2 ശൈലികളും പുതിയ നിയമത്തിലുണ്ട്. ജാതികളുടെ കാലം എന്ന് വെച്ചാൽ ഇസ്രായേൽ രാജ്യം യഹൂദൻ്റെ കയ്യിൽ നിന്ന് ജാതികളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കാലമാണ് ജാതികളുടെ കാലം. അതെന്നായിരുന്നു? അത് BC 606 ആരംഭിച്ചു. അതിൻ്റെ ഒന്നാമത്തെ ചക്രവർത്തി നെബൂഖദ്നേസറായിരുന്നു. അത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അതിൻ്റെ അവസാനത്തെ ചക്രവർത്തി ആരായിരിക്കും? ഇതുവരെ ആയിട്ടില്ല, അത് നീണ്ടു പോവുകയാണ്. അത് അന്തിക്രിസ്തുവാണ്. ഈ കാലയളവിൽ 4 സാമ്രാജ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാം. ബാബിലോൺ സാമ്രാജ്യം BC 606 തൊട്ട് 538 വരെ ബാബിലോൺ സാമ്രാജ്യം ഉണ്ടായിരുന്നു. പിന്നെ മേദ്യ പാർശ്യ സാമ്രാജ്യം, ഇത് ഹിസ്റ്ററിയിലും ഉണ്ട്, ബൈബിളിലും ഉള്ളതാണ്, 2ലും ഉള്ളതാണ്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് അതിനൊരു പ്രൂഫിൻ്റെ ആവശ്യമില്ല. ഹിസ്റ്ററിയിൽ കിടപ്പുണ്ട്, ബൈബിളിലും ഉണ്ട്. മേദ്യ പാർശ്യ സാമ്രാജ്യം BC 538 തൊട്ട് 330 വരെ. പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം BC 330 മുതൽ 30 വരെ ഉള്ളത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. അന്നേരം BC 30 തൊട്ട് AD 364 വരെ റോമ സാമ്രാജ്യം ഉണ്ടായിരുന്നു. എന്നാൽ AD 30 തൊട്ട് ഇന്നയോളം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ 2 കാലഘട്ടങ്ങൾ, ഗ്രീക്കും അതുപോലെ റോമ സാമ്രാജ്യവും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള സമയവും ഇതിനോട് ചേർന്ന് കൃപായുഗം എന്ന് വിളിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇപ്പോഴേ ജാതികളുടെ കാലത്തിൻ്റെ അന്ത്യമണിക്കൂർ എന്ന് പറയാം. കാരണം അത് ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ്, അത് അവസാനിക്കാൻ പോവുകയാണ്. ഇത് വീണ്ടും ചരിത്രത്തിലേക്കൂടെ നമ്മൾ നോക്കുമ്പോഴേ, ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴേ ഇതിനകത്ത് ഇങ്ങനെ കാണാം. അത് ജാതികളുടെ കാലത്തിൻ്റെ ആരംഭം 3 ഘട്ടമായിരുന്നു. ഒന്ന് BC 606 യഹൂദന്മാരെ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. അത് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിലെ ദാനിയേൽ 1:1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് യഹൂദന്മാരെ BC 606 ബാബിലോണിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത് BC 598 2-ാം പ്രാവശ്യം യഹൂദന്മാരെ ബാബിലോണിലോട്ട് കൊണ്ടുപോയി. അത് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മൂന്നാമത് BC 587 3-ാം പ്രാവശ്യം അവസാനമായി അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. 2 ദിനവൃത്താന്തം 36-ന്റെ 11 മുതൽ 23 വരെ എഴുതിയിട്ടുണ്ട്.
അന്ന് നഗരം, ദേവാലയങ്ങളെല്ലാം തീക്കിരയായി. അതുപോലെ തന്നെ അന്ന് 3 പ്രാവശ്യമായി അവരെ കൊണ്ടുപോയെങ്കിൽ ജാതികളുടെ അവസാനവും 3 ഘട്ടത്തോടെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നു. ജാതികളുടെ അവസാനം, ജാതികളുടെ കാലഘട്ടത്തിൻ്റെ അവസാനവും 3 ഘട്ടങ്ങളിലായിരിക്കും എന്ന് ചിന്തിക്കുന്നു. അവരെ കൊണ്ടുപോയത് 3 രീതിയിലായതുകൊണ്ട് അതിൻ്റെ അവസാനവും 3 ഘട്ടങ്ങളിലായിരിക്കും എന്ന് ചിന്തിക്കുന്നു. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയും. ലൂക്കോസ് 21:24. ഇനിയും അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും എന്ന് കാണുന്നു. ഇനിയും വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. വെളിപ്പാട് പുസ്തകം 11:2 പറയുന്നു. എങ്കിലും കർത്താവ് തൻ്റെ ജനത്തിനായി വരികയും അർബദോനിൽ വെച്ച് ജാതികളുടെ കാലത്തിന് അവസാനം വരുത്തുകയും അനന്തരം യഹൂദൻ്റെ കാലം ആരംഭിക്കുകയും ചെയ്യും. പിന്നെ അതിന് അവസാനമില്ല. അന്നേരം കർത്താവ് തൻ്റെ ജനത്തിനായിട്ട് വീണ്ടും രണ്ടാമത് വെളിപ്പെട്ട് വരും. ഇത് മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത്, രഹസ്യ പ്രത്യക്ഷതയല്ല. മഹത്വ പ്രത്യക്ഷതയിൽ ഹെർബദോനിൽ വന്ന് ജാതികളുടെ കാലത്തിന് അവസാനം വരുത്തും. അവസാനം വരുത്തിക്കൊണ്ട് അത് അനന്തരം യഹൂദൻ്റെ കാലം അവിടെ ആരംഭിക്കുകയും ചെയ്യും. ദാനിയേൽ 2:44-45, വെളിപ്പാട് 19:20 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് കാണാൻ പറ്റും. ഈ വാക്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയാനായിട്ട് റെഫറൻസായിട്ട് മാത്രം പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. ജാതികളുടെ പൂർണ്ണ സംഖ്യ നമ്മളിന്ന് വായിച്ച 11:25 അതിൽ ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നുണ്ട്. ഈ കൃപാകാലം ജാതികളിൽ നിന്ന് വിളിച്ചു വരുത്തിയ തൻ്റെ ശരീരമായ സഭയുടെ കാലമാണ്. അതുകൊണ്ട് ഈ സമയത്താണ്, ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം എന്ന് പറയുന്ന. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ കൃപാകാലത്ത് എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് നാൾ തൊട്ട് ഈ ഉൽപ്രാവണം വരെയുള്ള സമയങ്ങളിൽ മാക്സിമം ജാതികളിൽ നിന്ന് ആളുകളെ ശേഖരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം ഇപ്പോഴുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ ഈ കൃപായുഗത്തിൽ ചേരുന്നവരെ, ദൈവത്തിൻ്റെ സമയമാണ്, നമുക്കറിയത്തില്ല. ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. അതാണ് കർത്താവ് വരുന്നത്, കള്ളൻ വരുന്ന പോലെ വരും, എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നത്. ഈ ജാതികളുടെ സംഖ്യ ചേരുവോളമാണ്. എല്ലാ ഗോത്രത്തിലും, എല്ലാ ഭാഷയിലും, എല്ലാ ജാതിയിലും ഉള്ള ആളുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ കുടുംബങ്ങളായിട്ട് ആരാധിക്കുന്ന അനുഭവം ആയിത്തീരുമ്പോഴേ കർത്താവ് വരും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അതുവരെ ഇസ്രായേലിനെ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ ഹൃദയം ഹാർഡായി. എന്നാൽ ഇപ്പോഴും കുറേ പേര് കർത്താവിനെ അറിയുന്നവരുണ്ട്. എല്ലാവരും ഈ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. പ്രത്യേകം മനസ്സിലാക്കണം, മെസ്സിയാനിക് ജ്യൂസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഈ 120 പേര് മാളിക മുകളിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ വന്നത് പ്രധാനമായിട്ട് യഹൂദന്മാരുടെ മേലായിരുന്നു വന്നത്. അന്ന് തൊട്ടേ യഹൂദന്മാരുണ്ട്, സഭയിൽ യഹൂദന്മാരുണ്ട്, യേശുവിനെ അറിഞ്ഞിട്ടുള്ള യഹൂദന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു പാർഷ്യൽ ബ്ലൈൻഡ്നെസ് മാത്രമാണ് വന്നിരിക്കുന്നത്. റോമർ 11:25 അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. നേരത്തെ വായിച്ചാണ് 11:12 അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. അവരുടെ ലംഘനം ലോകത്തിന് ധനം വന്നു, അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തായി വന്നു. ഇത് 11:12 പറയുന്നുണ്ട്. അതായത് ജാതികളുടെ ധനം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഹൃദയം കഠിനമായി പോയതുകൊണ്ടാണ് ജാതികൾക്ക് ധനം വന്നത്. ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജാതികളുടെ കാലം പറഞ്ഞു, ഇനിയും കർത്താവിൻ്റെ മടവി വരെ ഇവർക്ക് കാഠിന്യം സംഭവിച്ചിരിക്കുകയാണ്. 26-ലും 27-ലും പറയുന്നത്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൻ്റെ അഭക്തിയെ മാറ്റും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഇവിടെ ഇസ്രായേൽ മുഴുവൻ എന്ന് പറയുന്നൊരു വേർഡ്, ഇസ്രായേൽ ജാതിയായി രക്ഷിക്കപ്പെടും എന്നുള്ളൊരു ചിന്തയാണ് അവിടെ വരുന്നത്. എന്നാൽ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുഴുവൻ അന്ന് രക്ഷിക്കപ്പെടത്തില്ല. അതെന്താ അങ്ങനെ പറയുന്ന ബ്രദറെ എന്ന് നിങ്ങൾ ചോദിക്കും. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന് ബൈബിളിൽ എഴുതിയിട്ട്, എന്നാൽ ബൈബിളിൽ നമ്മൾ ക്രോസായിട്ടുള്ള ചില വാക്യങ്ങളൂടെ ഇതുമായിട്ട് ചേർന്ന് ചിന്തിക്കണം. അത് ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമ്മളത് ഇസ്രായേൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്, എത്ര പേര് ഇസ്രായേലിൽ നിന്ന് രക്ഷ പ്രാപിക്കും എന്നൊക്കെ ഉള്ളത്
നമുക്ക് ഈ അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഇതെല്ലാം ഒരു ഹിസ്റ്ററി പോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എങ്ങനെയാണ് അവർക്ക് കാഠിന്യം സംഭവിച്ചത്, എങ്ങനെയാണ് ജാതിയുടെ സംഖ്യ തികയുന്നത്, ഇതെല്ലാം ഹിസ്റ്ററിയിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെങ്കിലും ഇവിടെ എല്ലാം ദൈവം പ്രവർത്തിച്ചു. ദൈവം വാക്ക് മാറാത്തവനാണ്. ദൈവം പ്രവർത്തിച്ചത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ ചരിത്രത്തിൽ കൂടി ദൈവം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഓരോ വ്യക്തികളും, യുവർ സെൽഫ് ആൻഡ് മൈസെൽഫ്, നിങ്ങൾ ഓരോരുത്തർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, വാല്യുബിൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, VIPs ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി VIPs ആണെന്ന് നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് ഇതൊക്കെ കാണുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴേ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ഈ ദിവസം ദൈവത്തോട് ചേർന്ന് വരാനായിട്ട് വരികയും ചെയ്യാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ആളുകളൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്, ശരീരത്തിൻ്റെ പ്രയാസങ്ങൾക്ക് കടന്നു പോകുന്നുണ്ട്. അവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത ചില പ്രയാസങ്ങളെ ഡയാലിസിസ് ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവരത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ പൂർണ്ണമായിട്ടുള്ള വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ നിനക്ക് അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് കഴിയുന്ന ദൈവമാണ്. അവരുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങളെ കൊടുക്കണമേ, സഹായിക്കണമേ. ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുക്കുന്ന ദൈവം കർത്താവേ, ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതങ്ങൾ പ്രവർത്തിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ പ്രയാസത്തിൽ വേദനയിലിരിക്കുന്ന ചില ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ക്യൂറായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കർത്താവെ എല്ലാ സന്ധി മജ്ജകളും കർത്താവെ ഒരുമിച്ച് ചേരുവാനായിട്ട്, കർത്താവെ എൻ്റെ പ്രോബ്ലംസ് എല്ലാം റെക്ടിഫൈ ചെയ്യപ്പെടുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ തരികയും സഹായിക്കുകയും ചെയ്യും, അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തും. നിങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ദൈവം ഈ രാത്രി നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നത്. തുടർന്ന് വാച്ച് ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു എപ്പിസോഡ്, നെക്സ്റ്റ് എപ്പിസോഡ് ഈ 11ാം അധ്യായം തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ എന്നോട് പോരണം, ഇത് നോട്ട് ചെയ്യണം, ഇത് എഴുതണം. ഏതെങ്കിലും സ്പെഷ്യൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.